കൂവളത്തിൽ കായ ഉണ്ടായത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മളിവിടെ ഒന്നും വന്ന് നോക്കാത്തതുകൊണ്ട്. പറഞ്ഞാൽ വീട്ടിലെ ഫ്രണ്ട് തന്നെയാണ്. കൂവളത്തിൻ്റെ കായ്ക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും? അങ്ങനെ നമുക്കൊന്ന് രണ്ടെണ്ണം പൊട്ടിച്ച് നോക്കാം. കുറേ ഉണ്ട് കേട്ടോ. 3 കുറച്ചും കൂടി പൊട്ടിച്ചോ? ഞാൻ പൊട്ടിക്കേട്ടത് എന്തെല്ലാം നോക്കാം. അമ്മേ ചിരട്ട പോലെയാണിത്. കല്ല് പൊട്ടിപ്പോയേ. ചെറിയ കുരുവൊക്കെ ഉണ്ടായിരുന്നു. ചിരട്ട പോലെ ഉണ്ടല്ലേ കൂവളത്തിൻ്റെ കായ. ഇതാണ് ഞങ്ങളുടെ കൂവള മരം. ഇതിൽ കണ്ടോ ഇനിയും നിറയെ കൂവളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പൂവിടുന്ന സമയം തോന്നുന്നു. ഞങ്ങൾ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടെ കൂവളമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ പലരും പറഞ്ഞു അത് കൂവള അല്ലാന്ന്. ചിലർ പറഞ്ഞു അവക്കാഡോ ആണെന്നൊക്കെ. ഞാനത് ഡിറ്റക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇത് കൂവളം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ലോക്കൽസിനോട് ഞങ്ങൾ ചോദിച്ചത് എന്തിനാ പറ്റിയാന്ന്. ഇത് ടെമ്പിളിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ടെമ്പിളിൽ ഉപയോഗിക്കുന്നതാണല്ലോ കൂവളം. അപ്പോൾ പേര് നമ്മൾ കൂവളം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ടെമ്പിളിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ടെമ്പിളിൽ ഉപയോഗിക്കണേ? ടെമ്പിളിൻ്റെ ദൈവത്തിന്. പക്ഷെ ഭയങ്കര മുള്ളാണ് ഇതിന് കൂവളത്തിന്. ഈ മുള്ള് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലുമാണ്. അതാണ് എമി പറഞ്ഞത്. എമി എന്താ പറഞ്ഞേ? ഇത് മുള്ളുള്ള ചെടിയാണെന്തോ പറഞ്ഞില്ലേ? കൊത്തണ ചെടി. ഇന്ന് മമ്മിയുടെ കൂടെ നോമ്പ് തുറക്കാൻ വരുന്നോ? എന്നെ കൊണ്ടിരുന്നാൽ ഞാൻ കൊണ്ടുപോകാൻ റെഡിയാ നിന്നെ. നീ വാ. ഞങ്ങളുടെ ഇവിടെ ഒരു മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ട്. അതാണ് മിയാവാക്കി ആയിട്ടില്ല കേട്ടോ. മിയാവാക്കി ആവും ഉടനെ ഇതേപോലെ തന്നെ വെക്കണേ. പക്ഷെ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ശരിക്കും മിയാവാക്കി പോലെ തന്നെ ആയി കാണും. ഇത് കണ്ടോ ഈ ചെടി, നല്ല പൂവളം. ഇതിൻ്റെ അടിയിൽ നമ്മളിങ്ങോട്ടൊക്കെ നല്ല മാങ്ങയുണ്ട്. മാങ്ങയുണ്ട്. അതേപോലെ ഇത് നോക്ക്, ഇവിടെയാണ് മമ്മിയുടെ വള്ളിക്കുടി. എനിക്ക് പണ്ട് മമ്മി ചെറിയ കുട്ടിയാകുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു വള്ളിക്കുടിൽ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. അങ്ങനെ പക്ഷെ മമ്മി ഒരു ചെറിയ കുട്ടിയായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ല, മമ്മിയുടെ വീട്ടിൽ കളിക്കായിരുന്നു. ഒരു മമ്മിക്ക് ബെഡ്റൂം ഉണ്ടായിരുന്നു, അടുക്കള ഉണ്ടായിരുന്നു. മമ്മി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ വിളിക്കും. എന്നിട്ട് നീ ഇങ്ങനെ കാണാൻ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴല്ലേ. പക്ഷെ ഒരു എമിയുടെ പ്രായം വരെ ഞങ്ങളുടെ വീട്ടിലെ ഓരോ മരത്തിൻ്റെ അടിയിലും ഞാനിങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്യും. കുറേ കാലം ഒരു മരത്തിൻ്റെ അടിയിലായിരിക്കും. പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് അടുത്ത മരത്തിലേക്ക്. അങ്ങനെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വളഞ്ഞ വേരുള്ള. അതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ളൊരു കളിക്കുന്ന സ്ഥലം. അതൊക്കെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അവിടെ റോഡ് വന്നു. പിന്നെ അതേപോലെ ഇപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണിത്. പക്ഷേ ഞങ്ങൾ ഈ വള്ളിയൊക്കെ ഒഴിവാക്കാൻ പോവാം. നിങ്ങൾ സോറി ഒന്നും വിചാരിക്കരുത്. കാരണം ഇത് ഞങ്ങൾ ക്രോപ്പ് ചെയ്യാൻ പോവാം. അതേപോലെ ഇതാണ് ഞങ്ങളുടെ ആപ്പിൾ റുമാനി. നന്നായിട്ട് കായ്ക്കുന്ന മാവാണ് ആപ്പിൾ റുമാനി. ഞങ്ങൾ ശർക്കര മാങ്ങ ഉണ്ടാക്കുന്നത്. ആപ്പിൾ ഫോണായിട്ട് നോക്ക്, വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കിടുകുടുകുടു നാക്കരുത് കേട്ടോ. ആപ്പിൾ റുമാനി ഇപ്പോൾ ഇങ്ങനെ നിറയെ വള്ളി വളർന്നതുകൊണ്ട് മാങ്ങ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇത് ക്രോപ്പ് ചെയ്യാൻ പോവാം. ഇതിൽ ആപ്പിൾ ഉണ്ടാവും. ഈ വയലറ്റ് പൂ ഉണ്ടാവുന്ന വള്ളി, ഈ വയലറ്റ് പൂ ഉണ്ടാവുന്ന വള്ളി കുറച്ചൊക്കെ രസമാണ്. ഇപ്പോൾ ഓവറായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അതേപോലെ ഞങ്ങളുടെ ഒരു ഇത് കണ്ടോ, ഇത് വളരെ 10-35 വർഷം പഴയ ഞങ്ങളുടെ പിന്നെ ബൊഗൈൻവില്ലയാണ്. ഈ ബൊഗൈൻവില്ലൊക്കെ കണ്ടോ, ബൊഗൈൻവില്ലൊക്കെ ഇല്ല, ഇങ്ങനെയായി, ഇങ്ങനെ ദ്രവിച്ചു കണ്ടോ അതിൻ്റെ തടി. പക്ഷെ ഇത് മുകളിലേക്ക് അത്രയും മുകളിൽ വരെ നമ്മളുടെ വീടിൻ്റെ പോയിട്ടുണ്ട്. സോ നമ്മൾ അതിനൊക്കെ ഒന്ന് റെഡി. ആപ്പിൾ റുമാനി നയമേ ആ മാങ്ങ പറയാം എന്താണെന്നറിയില്ല. രാവിലെ ഇതെല്ലാമുണ്ടെന്ന് തോന്നുന്നു, കത്തുന്നില്ല. ഞാൻ എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ നല്ല ചെതൽപ്പുറ്റൊക്കെ വന്നിട്ടുണ്ട് മിയാവാക്കിയുടെ ഭാഗമായിട്ട്. അവിടുന്ന് മാങ്ങ വെക്കുമ്പോൾ എത്ര പുളിയുറുമ്പ്, ഇത്തിരിയ പുളിയുറുമ്പ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ്. ഇതൊക്കെ ഉപ്പയുടെ പഴയ ഗാർഡൻ്റെ ബാക്കിയാണ്. ഇത് ആക്ച്വലി ഉണങ്ങിയ പോലെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണങ്ങിയത്, പക്ഷേ ഈ മഴ പെയ്തപ്പോൾ നോ ദാറ്റ് ഈസ് ബോട്ടിൽ ബ്രഷ്. ഇത് ബോട്ടിൽ ബ്രഷാണ് ഞങ്ങളുടെ. ഈ ബോട്ടിൽ ബ്രഷൊക്കെ ഇതിൻ്റെ മുകളിലേക്ക്, ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ട് പാമ്പൊക്കെ വന്നിട്ട് ഞങ്ങൾ വെട്ടിയതാണ്. വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിതാ ഇങ്ങനെ വെട്ടി കളഞ്ഞിട്ടില്ല, അതിൽ കൂടെ വരും പൊന്നു. അതേപോലെ ഞങ്ങളുടെ ഈ പന കണ്ടോ, ഇതിനൊക്കെ ഇവിടുന്ന് പറിച്ച് വേറെ വീട്ടിലേക്ക് വെക്കണം എന്നുണ്ട്. എനിക്കിതിനെങ്ങനെ വളർത്തുമായിരിക്കും കിട്ടും അറിയില്ല. ഈ വീടിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നമ്മളെന്നെ കണ്ടിട്ടില്ല. ഈ മുറ്റത്ത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ലോണൊന്നും വെക്കൂലെങ്കിലും കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ചെടിയമേ ഇതെടുക്ക്, നോട്ട്ബുക്ക് എടുക്ക്. ഇനി നമുക്ക്
അടുത്ത് പോവാം, മമ്മിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അതേപോലെ ഞങ്ങളുടെ മാങ്ങ ഇപ്രാവശ്യം ഉണ്ടായത് കാണിച്ചത് നല്ലോണം ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി പൊട്ടിക്കാൻ തുടങ്ങി. വലിപ്പം കുറവാണ് ഇപ്രാവശ്യം, പക്ഷേ മൂത്തിട്ടുണ്ട്. ഉണ്ടോ? ഇത് സിന്ദൂരയാണ്, സിന്ദൂര നിറയുണ്ട്. പൊട്ടിക്കാനൊക്കെ ഇപ്പോൾ കാര്യം ചേച്ചിയുടെ രവിയേട്ടൻ വരണം. അതേപോലെ ഇത് കണ്ടോ, ഇതിനിപ്പോൾ സാധ്യത കൊടുത്ത് കളയുമെന്ന് അറിയില്ല. സാധ്യത ഒക്കെ വന്നിട്ട് എല്ലാം എടുത്ത് കളയും, അതാണ് പ്രശ്നം. ഇതാണ് ഞങ്ങളുടെ ഇമാനി പസന്തിൻ്റെ തൈ. ഇത് ഒട്ട് തൈയല്ല, അതിൻ്റെ കുരു തന്നെ വീണിട്ട് മുളച്ചൊരു തൈനെ ഞാനിവിടെ ഒരു കവറിൽ വെച്ചിട്ട് ആ കവറിൽ നിന്ന് ഇപ്പോൾ ഇതിങ്ങനെ ആയതാണ്. ഇതിനെ ഈ മഴയത്ത് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അത്യാവശ്യം വലുതായി. ഇതിന് നല്ലൊരു വലിയ കുഴി ഒഴിച്ച് നല്ല വൃത്തിക്ക് മാറ്റുകയാണെങ്കിൽ ഇമാനി പസന്ത് നല്ലോണം ഉണ്ടാവും. നമ്മുടെ ഏറ്റവും അടിപൊളി മാങ്ങ കേട്ടോ ഇമാനി പസന്ത്. 1 കിലോ വരെ വരും. ഇപ്രാവശ്യം കുറച്ച് കഴിച്ചിക്കണേ, കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. എവിടെ എൻ്റെ മാഫേ? മാഫേ ഓ കുരുമുളക് പൊട്ടിക്കാണ്ട് ടെമ്മി. നാളെ നമുക്ക് തോനെ പണിയുണ്ട്, സൺഡേ ആയിട്ട് കുരുമുളക് പൊട്ടിക്കാനുണ്ട്. എവിടെ മാഫി? എവിടെ ആ മാഫിയാസാ? ഏയ് മാഫി, വിത്തില്ലാത്ത മാഫി, ഫുൾ ടൈം പുറത്ത് പോയി കച്ചറ ഉണ്ടാക്കുന്ന മാഫി. റംബുട്ടാൻ ഫുള്ള് പൂട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം റംബുട്ടാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ റംബുട്ടാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. നമ്മളെ വീട്ടിലെ റംബുട്ടാൻ നല്ല മധുരമാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെയാണ് എപ്പോഴും റംബുട്ടാൻ കഴിക്കുന്നത്. ഓ റംബുട്ടാൻ ഓൾ ദ